കനത്ത മഴയിൽ മേപ്പയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മതിലിടിഞ്ഞു. ഞായറാഴ്ചയായതിനാൽ വൻ അപകടം ഒഴിവായി. ഹയർ സെക്കൻഡറി, VHSE വിഭാഗങ്ങളിലായി ദിവസവും 1000-ഓളം വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് നടന്നുപോകുന്ന വഴിയിലേക്കാണ് ഏകദേശം 10 മീറ്ററോളം ഉയരമുള്ള മതിലിടിഞ്ഞ് ടൺ കണക്കിന് മണ്ണ് വീണിരിക്കുന്നത്. ദിനേന സ്കൂളിലെത്തുന്ന 1000-ഓളം വിദ്യാർത്ഥികളുടെ ജീവന് യാതൊരു സുരക്ഷയും ഉറപ്പുവരുത്താതെ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിനുള്ള കുറ്റകരമായ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധം വ്യാപകമായിട്ടുണ്ട്. സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ വകയിരുത്തിയ 10.5 കോടി രൂപയിൽ 6.5 കോടി രൂപ ചെലവഴിച്ചാണ് സിന്തറ്റിക് ട്രാക്കും ഗ്രൗണ്ടും സ്പോർട്സ് ഫെസിലിറ്റേഷൻ സെന്ററും നിർമ്മിച്ചത്. കോടികൾ ചെലവഴിച്ച ഈ നിർമ്മിതികൾ നിലനിൽക്കണമെങ്കിൽ സുരക്ഷിതമായ പ്രൊട്ടക്ഷൻ വാൾ ആവശ്യമാണ്. 2021 മുതൽ പല തവണകളായി ഡിപ്പാർട്ട്മെന്റ് തലത്തിലും ജില്ലാ പഞ്ചായത്തിലും സ്ഥലം MLAയ്ക്കും നിവേദനം നൽകിയതിന്റെ ഭാഗമായി TP രാമകൃഷ്ണൻ MLA അനുവദിച്ച 30 ലക്ഷം രൂപ കൊണ്ട് പ്രൊട്ടക്ഷൻ വാളിന്റെ പ്രവൃത്തി ആരംഭിച്ചെങ്കിലും മതിൽ പൂർത്തീകരിക്കാനായില്ല. ബാക്കി കിടന്ന ഭാഗമാണ് ഇപ്പോൾ ഇടിഞ്ഞു താഴ്ന്നിരിക്കുന്നത്. MLA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം നടക്കുന്ന സമയത്ത് നീക്കിയ മണ്ണ് ലേലം ചെയ്യാൻ കഴിയാത്തതിനാൽ ഗ്രൗണ്ടിനടുത്ത് കുന്നുകൂട്ടി ഇട്ടിരിക്കുകയാണ്. ഇത് കനത്ത മഴയിൽ ഒലിച്ചിറങ്ങി സിന്തറ്റിക് ട്രാക്കിലേക്ക് ഇറങ്ങുകയാണ്. കോടികൾ ചെലവഴിച്ച് ശാസ്ത്രീയമായ കായിക പരിശീലനത്തിനായി നിർമ്മിച്ച അത്യാധുനിക സംവിധാനമാണ് അധികൃതരുടെ അനാസ്ഥയിൽ നശിക്കാനിടവരുന്നത്. മഴയ്ക്ക് മുൻപേ മണ്ണ് ലേലം ചെയ്ത് മാറ്റുന്നതിനായി ജില്ലാ പഞ്ചായത്തുമായി സ്കൂൾ അധികൃതർ കത്തിടപാടുകൾ നടത്തിയിരുന്നു. അധികൃതരുടെ മെല്ലെപ്പോക്ക് നയം കാരണം മാസങ്ങൾ കഴിഞ്ഞിട്ടും മൺകൂന ഗ്രൗണ്ടിന് പരിസരത്ത് തന്നെ തുടരുകയാണ്. എലൈറ്റ് ന്യൂസ്, പേരാമ്പ്ര.